ബ്രക്കോളി വേവിച്ച് അതിൽ ഉപ്പും കുരുമുളകും ഇട്ട് കഴിച്ച് മടുത്തവർക്കും കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്കും വേണ്ടിയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിക്കുക കേട്ടോ. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറി അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു സവാളയും കൂടി സവാള ഒന്ന് പെട്ടെന്ന് വാടി വരുന്ന വേണ്ടിയിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സവാള ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രക്കോളി ഇട്ട് കൊടുക്കാം കേട്ടോ. ബ്രക്കോളി കട്ട് ചെയ്ത് ഒരു 1 അവർ നമുക്ക് ഉപ്പിട്ട വെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു പ്രാണികളും ജീവികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ ഇട്ട് വയ്ക്കുന്നതല്ലാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം അതിലേക്ക് നമുക്ക് ചതച്ച മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചതച്ച വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ആദ്യം സവാള വഴറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നല്ലോ, അത് തന്നെ മതി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വേവിക്കാൻ അധിക സമയമൊന്നും വേണ്ട കേട്ടോ. പെട്ടെന്നൊന്നും നമുക്കൊന്ന് വാടി വന്നാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റി അത്യാവശ്യം ബ്രക്കോളി നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ സൈഡുകളിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് നടുക്കൊരു സ്പേസ് ഉണ്ടാക്കാം. അവിടേക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന 2 മുട്ടയുണ്ട്. 2 മുട്ടയിലേക്ക് കുറച്ച് കുരുമുളകും നമ്മൾ ആദ്യം കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ അളവും കൂടെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ആ ഒരു അളവിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് അത് നമുക്ക് ഇതിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു 2 മിനിറ്റ് അതങ്ങനെ നിർത്തിയിട്ട് പിന്നെ നമുക്കത് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഈ മുട്ടയൊക്കെ ചിക്കത്തില്ലേ, അതേപോലെ നല്ല രീതിയിലൊന്ന് ഇളക്കി എടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലൊന്ന് ഡ്രൈ ആയി വരുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് എരിവ് പോരാന്നുള്ളവർ കുറച്ച് കുരുമുളകോ ചതച്ച മുളകോ ഒക്കെ വേണമെങ്കിൽ എക്സ്ട്രാ ഇടാം കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഈ ബ്രക്കോളി പച്ചയ്ക്ക് കഴിക്കാൻ മടിയുള്ളവർ അല്ലെങ്കിൽ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ല, അത് എന്ത് ചെയ്യണം എന്നറിയാത്തവർക്കാണെങ്കിൽ മസ്റ്റായിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇത് ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്നതുമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ.